രോഗശാന്തി ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹാ ഈ അടുത്ത ദിവസം ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. എനിക്ക് പലപ്പോഴായിട്ടും ഈശോ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പറയുന്നത്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ വചനഭാഗത്തിൽ പല ഭാഗങ്ങളിലും രോഗശാന്തി കൊടുക്കുന്നുണ്ട്. ആ രോഗശാന്തിയിൽ പലതും തന്നെ ദൈവം പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുകയാണെങ്കിൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം മഗ്ദലന മറിയം അല്ലേ, മഗ്ദലന മറിയം കർത്താവിൻ്റെ കാല് കഴുകുന്നു. കണ്ണീര് കൊണ്ട് അവൾ കാല് കഴുകി, തലമുടി കൊണ്ട് തോർത്തി, സുഗന്ധ തൈലം പൂശി, കാലുകളിൽ തിരുതരാ ചുംബനം കൊടുത്തു. കർത്താവ് ഈശോ മിശിഹാ പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്, അതുപോലെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ആവേ മരിയ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് കർത്താവ് ഈശോ മിശിഹാ പത്രോസിൻ്റെ ഭവനത്തിലിരിക്കുന്ന സമയത്ത് ജനക്കൂട്ടം കാരണം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഒരു തളർവാദ രോഗിയെ അവരുടെ സുഹൃത്തുക്കൾ ഓട് പൊളിച്ച് ഇളക്കി മാറ്റി കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് കട്ടിലോട് കൂടി എടുത്തു വെക്കുന്നുണ്ട്. അവിടെയും കർത്താവ് പറയുന്നുണ്ട്, നീ നിൻ്റെ കിടക്കയും എടുത്ത് പോവുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ആവേ മരിയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു വെച്ചാൽ നിൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് രോഗശാന്തി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. കർത്താവെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. ഞാൻ പാപിയാണ് കർത്താവെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല വ്യക്തികളും നിയോഗം വെച്ചിട്ടും ജപമാല ചൊല്ലിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നിയോഗം സാധിച്ചു കിട്ടും. ചിലപ്പോൾ നമ്മുടെ രോഗം സൗഖ്യപ്പെടും, പക്ഷെ നമ്മൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല. മനസ്സിലായോ? അപ്പോഴവിടെ പാപം കിടക്കുക. നമുക്ക് വേണ്ടത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? അപ്പോൾ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ മാത്രമാണ് നമ്മുടെ രോഗവും നമ്മുടെ ജീവിത ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറിക്കിട്ട് നമുക്ക് നല്ലൊരു പ്രകാശിതമായിട്ടുള്ള നല്ല മനോഹരമായ ജീവിതം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ സത്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന്